ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട 9 നാളുകാരെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഈ 9 നാളുകാർ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു നാളുകാർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഈ നാളുകാർക്കുണ്ട്. അതുപോലെ ചില പ്രത്യേക സ്വഭാവങ്ങളും ഈ നാളുകാർക്ക് ഉള്ളതായി കണ്ടുവരുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ കാണും അസുരഗണത്തിൽപ്പെട്ട നാളുകാരെ. അതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 27 നക്ഷത്രങ്ങളിലാണെന്നുണ്ടെങ്കിൽ 9 നക്ഷത്രങ്ങൾ പിന്നെ ഈ അസുരഗണത്തിൽപ്പെട്ടതാണ്. അതേതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതൊന്നെന്നുണ്ടെങ്കിൽ ആയില്യം, മകം, മൂലം, വിശാഖം, പിന്നെ തൃക്കേട്ട, അവിട്ടം, ചിത്തിര, കാർത്തിക, ചതയം. ഇത്രയും നാളാണ് ഈ അസുരഗണത്തിൽപ്പെട്ടത്. ഈ അസുരഗണത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ദേഷ്യമുള്ള സ്വഭാവമുള്ളവരാണ് ഈ അസുരഗണത്തിൽപ്പെട്ട ആൾക്കാർ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെ എല്ലാത്തിനും അതിന് തന്നെ ഒരു ഇതിൽ പിടിച്ചു തന്നെ നിൽക്കും. ആരെന്ത് പറഞ്ഞാലും അവർ വക വെക്കാത്ത ഒരു സ്വഭാവം പോലാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം ശരിയുള്ളെന്നുള്ള ഒരു സ്വഭാവം ഇതുണ്ട് അവർക്ക്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ചെറിയ കാര്യത്തിന് പോലും അവർക്ക് ദേഷ്യപ്പാട് കൂടുതലുള്ള ഈ നാളുകാരെ, ഈ 9 നാളുകാരും, അത് ഒരു അസുര ഗണത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ അസുരൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അവർ ഒരു മനസ്സൊക്കെ ഒരു പാവം പിടിച്ച മനസ്സൊക്കെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവർക്കിങ്ങനെ എടുത്തുചാട്ടം ഉണ്ട്. ഇവർക്ക് എല്ലാത്തിനും ഒരു ചൂടാകുന്ന സ്വഭാവവും ദേഷ്യപ്പാടും പിന്നെ എപ്പോഴും എടുത്തുചാട്ടവും ഒക്കെ ഉള്ള ഒരു സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് ഇവരെ ഈ 9 നാളും അസുരഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെ പുറമേ കണ്ടാൽ വലിയ കർക്കശക്കാരായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇവരോട് അടുത്തറിയുമ്പോൾ അറിയാം ഇവരെപ്പോലെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ വേറെ ഇല്ലെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള കൂട്ടരാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ അസുരഗണത്തിൽപ്പെട്ട ഈ ആൾക്കാർ. ഇവർ ആരോടെങ്കിലും പിണങ്ങിക്കഴിഞ്ഞ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട്, ഒരു സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്. അവരുടേതായിട്ടുള്ളൊരു ശരിയിൽ കൂടി അവർ പോകത്തുള്ളൂ. ആരുടെ അഭിപ്രായങ്ങളും പ്രത്യേകമായിട്ട് അവർ കേൾക്കാറില്ല. അവരുടെ സ്വന്തം തീരുമാനത്തിൽ അവർ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകത്തുള്ളൂ. ഇവർ ആരുടെ മുന്നിലും കൈ നീട്ടുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. എത്ര കഠിനമായിട്ടുള്ള കഷ്ടപ്പാട് വന്നാലും ആ കഷ്ടപ്പാട് സഹിച്ച് അവർ മുന്നോട്ട് ജീവിതം നയിച്ചു പോകും. അത്രയ്ക്ക് അഭിമാനികളാണ് ഈ കൂട്ടർ. എന്ത് കാര്യവും ആരുടെ മുഖത്ത് നോക്കി ഇവർ സംസാരിക്കും. അവർക്ക് പറയേണ്ട കാര്യം ആരുടെ മുന്നിൽ അവർ സംസാരിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഇവർക്കുണ്ട്. ആയതിനാലാണെന്നുണ്ടെങ്കിൽ ബന്ധുക്കാരുടെ മുന്നിലും നീരസത്തിന് ഇടയാവുകയും ഒരുപാട് ആൾക്കാർക്ക് ഇവർക്ക് ശത്രുക്കളാവുകയും ചെയ്യുന്നുണ്ട് ഈ ഗണത്തിൽപ്പെട്ട ആൾക്കാർക്ക്. പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് ശമിക്കുകയും ചെയ്യുന്ന സ്വഭാവമൊക്കെ. പക്ഷെങ്കിലാണെന്നുണ്ടെങ്കിൽ അവരെ സോപ്പിടാനോ സൂപ്പിക്കാനോ ഒന്നും പോകത്തില്ല. സോപ്പിട്ട് സംസാരമൊന്നും അവർ ആ രീതിയിൽ അവർ കാണിക്കത്തേയില്ല. അതുകൊണ്ടെന്നുണ്ടല്ലോ അല്ല മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള കരുതലും അവർക്കില്ല. അവർക്ക് ആരെയും അങ്ങനെ പേടിയുള്ള സ്വഭാവമായിട്ട് കണ്ടുവരാറില്ല. പക്ഷേ അവരുടെ മനസ്സൊക്കെ ശുദ്ധ മനസ്സും ശുദ്ധ രീതിയും ഒക്കെ അങ്ങനെ. പക്ഷേ പുറമേ കർക്കശക്കാരായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവർ ഒരു പരുക്കൻ സ്വഭാവമായിട്ടൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങളും പഴിചാരലുകളും ഇവർക്ക് കേൾക്കേണ്ടി വരുന്നതായിട്ടുണ്ട്. ഇവരുടെ ബാല്യ കൗമാരകാലം ഒരുപാട് ദുരിതങ്ങളും കഷ്ടതകളും നിറഞ്ഞതാണ്. ഒരുപാട് ദുരിതങ്ങളിൽ കൂടെയൊക്കെ അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്നൊക്കെ അവർ കഷ്ടതകൾ അനുഭവിച്ച് അവർ നേട്ടങ്ങളിലോട്ട് എത്തപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് അഭിപ്രായത്തിൽ ചെയ്തു തീർക്കുന്ന സ്വഭാവമുള്ളവരാണ് ഇവരെ. അതുപോലെ തന്നെ എല്ലാവരെയും നല്ലതായിട്ട് അകമഴിഞ്ഞ് സ്നേഹിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ അവർക്ക് ഇവർക്കൊരു സ്നേഹവും കിട്ടാറില്ല. അതുപോലെ തന്നെ അവർക്ക് മിത്രങ്ങളെക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ശത്രുക്കളാണ്. അങ്ങനെയുള്ള രീതി കാരണം ഇവർക്ക് ഭയങ്കര മനോവിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാലും ആരുടെ മുന്നിൽ അവർ തല താഴ്ത്തുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. ഈ കൂട്ടരെ ആരും അങ്ങനെ മനസ്സിലാക്കുന്നില്ലെന്നുള്ളത് ആ കാര്യം. അവർ ഞാൻ പറഞ്ഞല്ലോ എന്ത് കാര്യമുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുന്നതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ടാണ് ഈ മിത്രങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. എങ്കിലും എല്ലാ പ്രതിസന്ധികളും അവർ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ അവരുടെ ജീവിതം കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം പിന്നീട് നല്ല ഉന്നതിയിലൊക്കെ എത്തപ്പെടുന്നുണ്ട് അവരുടെ കഠിന പ്രയത്നത്താൽ. അല്ലാതെ ആരുടെയും സഹായത്താലല്ല, സ്വന്തം കഠിന പ്രയത്നത്താൽ തന്നെ അവർ അത്യുന്നതിയിലൊക്കെ എത്തുകയൊക്കെ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ നാളുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.